ഗൈസ്, നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പുതിയതോ പഴയതോ മേടിക്കുമ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ 2-3 വർഷത്തേക്കെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് മേടിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അതിലിങ്ങനെ അത് മനസ്സിലാക്കി മേടിക്കാം എന്നുള്ള രീതിയിലുള്ള സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാധാരണയായിട്ട് പുതിയതോ അല്ലെങ്കിൽ പഴയമായ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് അതെന്ന് വെച്ചാൽ നമ്മൾ 2-3 വർഷത്തെങ്കിലും നമുക്ക് അത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യണം. ഓൺലൈൻ ത്രൂ ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ഷോപ്പ് വഴി ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ചില ടൈമിൽ നമ്മൾ വിട്ടുപോകാറുണ്ട്. അറിയുന്നവർ ഒത്തിരി പേരുണ്ട്. ഓക്കെ, എന്നാലും ഇത് അറിയാതെയും ഒത്തിരി പേര് പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു ഉപകാരം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ടാസ്ക് മാനേജറാണ് അതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടാസ്ക് മാനേജർ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൻ്റെ താഴത്തെ മെനു ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് മാനേജർ കിട്ടും. അല്ലാതെ നമുക്ക് ഷോർട്ട് കീ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ് ഇത് പ്രസ് ചെയ്ത് നമുക്ക് ആ ഡയലോഗ് ബോക്സ് വരും. അതിലാദ്യം പ്രോസസ്സ് ഉണ്ടാവും. പ്രോസസ്സിന് താഴെ പെർഫോമൻസ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ പെർഫോമൻസ് ക്ലിക്ക് ചെയ്യാം. അതിലാണ് നമുക്കിപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ്. അപ്പോൾ നമുക്ക് ഡയലോഗ് ബോക്സ് എത്തി. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പെർഫോമൻസ് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് സെലക്ട് ചെയ്താൽ നമുക്ക് CPU, മെമ്മറി, ഡിസ്ക്, വൈഫൈ, GPU എല്ലാ സെക്ഷൻ വന്നു. അപ്പോൾ അതിൽ നമുക്ക് CPU നോക്കാം. CPU ഇതിൽ എത്ര i5 ആണ്, 11th ജനറേഷൻ എന്ന് വെച്ചാൽ ഇതിൽ സ്പീഡും കൊടുത്തിട്ടുണ്ട് 2.60. ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് മാറ്റാൻ പറ്റില്ല. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്തതാണ് മെമ്മറി എത്ര GB ആണ്, ഏത് ടൈപ്പാണെന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 8GB ആണ്, DDR4 ആണ്, പുതിയ വെർഷൻ തന്നെ. അതിൽ എത്ര സ്ലോട്ട് ഉണ്ട് തന്നെ 1/2 എന്ന് കണ്ടു. അപ്പോൾ 2-ൽ 2 സ്ലോട്ട് ഉണ്ട്, അതിൽ 1 യൂസ് ചെയ്തുള്ളൂ. അതിൻ്റെ സ്പീഡ് കൊടുക്കുന്നത് 2400. ഇത്ര നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 2 ഉള്ളതുകൊണ്ട് 1 യൂസ് ചെയ്തുകൊണ്ട് അടുത്ത് നമുക്ക് ഒന്നുകൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അടുത്താണ് ഡിസ്കിൽ ഹാർഡ് ഡിസ്ക് പഴയ വെർഷൻ. ഇപ്പോൾ പുതിയതാകുമ്പോൾ SSD വരിക. SSDയിലെ ഏറ്റവും ടോപ്പാണ് NVMe. അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് 2.6 GB. നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ എത്ര ഒരു മാക്സിമം 1 TB ആയിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ 1 TB 2 TB ഒക്കെ ഉണ്ട്. 1 TB ഒക്കെയാണ് ഇപ്പോൾ പ്രൈസ് വാല്യുവേഷൻ നല്ല രീതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെടുക്കാം. നമുക്ക് വൈഫൈ നമുക്ക് ഡ്രൈവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വൈഫൈ കിട്ടാറുണ്ട്. അപ്പോൾ അത് പക്കയായിരിക്കും. അടുത്ത GB വെച്ചാൽ അതിൽ ഗെയിമിംഗ് ഇപ്പോൾ ഇല്ല. ഗെയിമിംഗ് അല്ല, ഇതിപ്പോൾ നോർമലാണ്. ഇതാണ് ഇൻ്റലിൻ്റെ ഗ്രാഫിക്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് നോക്കി എടുക്കണം. മാക്സിമം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമല്ലേ എന്നൊക്കെ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ.